എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അങ്ങനെ 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. 1949 നവംബർ 26 പൂർത്തിയാക്കിയ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതേനിരപക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഒരു രാഷ്ട്രത്തിന്റെ അവിഭാജ്യ ഘടകമായി സംയോജിപ്പിച്ച ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ കൈക്കൊണ്ടത്. ഇന്ന് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യം അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ട സ്ഥാനത്ത് പലയിടത്തും നല്ല രീതിയിലല്ല ഇന്ന് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും മാത്രമല്ല ഭിന്ന ലിംഗക്കാർക്കും ഈ അവകാശങ്ങളുണ്ട്. ഈ അവസരത്തിൽ നാം ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കൊണ്ടുവന്ന സാംസ്കാരിക നേതാക്കന്മാരെ മറക്കരുത്. പലപ്പോഴായി നമ്മുടെ സമൂഹത്തിന്റെ നവോത്ഥാനത്തിൽ ചുക്കാൻ പിടിച്ച ഇത്തരം സാംസ്കാരിക നേതാക്കന്മാരാണ് ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും സംസ്കാരമാണ് മറ്റ് രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ആകർഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. കര, നാവിക, വ്യോമ സേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാകും. പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടും നൃത്തങ്ങളും ഉണ്ടാകും. രാജ്യ തലസ്ഥാനത്തോട് കിടപിടിക്കില്ലെങ്കിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആഘോഷിക്കാറുണ്ട്. സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. നാം എല്ലാവരും രാജ്യത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.